ഈ ദിവസങ്ങളിലായിട്ട് നാം കൂടുതൽ ആഴമായി പ്രാർത്ഥിക്കണം എന്നതാണ് എൻ്റെയും ആഗ്രഹം. കാരണം പ്രാർത്ഥനയാലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവികാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയില്ല. നമ്മുടെ തടസ്സങ്ങൾ മാറുവാൻ, പ്രതിസന്ധികൾ മാറുവാൻ, ആത്മീകമായി നമ്മൾ വളരുവാൻ, ദൈവികമായ പ്രവൃത്തി നമ്മുടെ അനുഭവത്തിൽ കാണുവാൻ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിന് പ്രയോജനകരമായി അല്ലെങ്കിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് നാം ഈ ദിവസങ്ങളിലായിട്ടൊക്കെ ചിന്തിക്കുന്നത്. വചനങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികളെ നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതുമായ വ്യക്തി ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രാർത്ഥനയ്ക്ക് അവിടത്തോളം മാതൃക വേറെ ആരുമില്ല. യേശുക്രിസ്തുവിൻ്റെ മാതൃകകളെ നാം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടുത്തെ പ്രാർത്ഥനാ ജീവിതം. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കമാണ്. യേശു തൻ്റെ മിനിസ്ട്രി തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് തൻ്റെ സ്നാനത്തോടു കൂടിയാണ്. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ നമ്മുടെ കർത്താവ് സ്നാനപ്പെടുകയാണ്. ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കാം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, എല്ലാവരും വായിച്ചോ. ജനമെല്ലാം സ്നാനമേറ്റു, ജനമെല്ലാം സ്നാനമേറ്റു, യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. അവിടെ സ്നാനമേറ്റു എന്നോട് ചേർത്ത് കോമയില്ലാതെ, ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞിരിക്കുക, യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാന ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെയാണ് കർത്താവ് നിൽക്കുന്നത്. പ്രാർത്ഥനയോടെയാണ് സ്നാനപ്പെട്ടത്. സ്നാനം കഴിഞ്ഞ് നമ്മുടെ രക്ഷകൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. വളരെ ശ്രദ്ധിക്കണം. ഈ സ്നാനമെന്ന് പറയുന്നത് സ്നാനാർത്ഥിയും സ്നാനപ്പെടുത്തുന്ന ആൾ മാത്രമല്ല, സ്നാനാർത്ഥിയും പ്രാർത്ഥനയോടെ ചെയ്യേണ്ടതാണ്. പ്രാർത്ഥനയോടെ വേണം. അപ്പോ യേശു തൻ്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ അവിടെ ഒരു ഭയങ്കര അത്ഭുതം നടന്നു. എന്താ അത്ഭുതം? സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സ്വർഗം തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ്, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് അതിന് മാതൃകയാണ്. അവിടുത്തെ പ്രാർത്ഥന സ്വർഗം തുറക്കുവാനിടയായി. ഇന്ന് പകൽ എത്ര പേര് ഇതിനകത്ത് വന്ന്, കർത്താവെ ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നതാ, എൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം ഇന്ന് തുറക്കണം. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, എൻ്റെ കണ്ണ് നിറയുമ്പോൾ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കണം.
ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മികൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അടയപ്പെട്ട സ്വർഗത്തെ തുറക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്ന് പകൽ സ്വർഗം തുറന്നാൽ ആമൻ വിഷയങ്ങൾക്ക് പരിഹാരമാ. സ്വർഗം തുറന്നാൽ ചില വിടുതലുകൾ സംഭവിക്കുക. സ്വർഗം തുറന്നാൽ ചില അനുഗ്രഹങ്ങൾ സംഭവിക്കുക. ഈ രാവിലെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തെ തുറക്കുന്നതാ. സ്തോത്രം. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലാണ് ആത്മീകൻ ഇരിക്കേണ്ടത്. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. തീർന്നില്ല, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വന്നിരുന്നു. സ്തോത്രം. അല്ലേ, ഒരു വലിയ അഭിഷേകം അവിടെ പകരപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പകർച്ചയുണ്ടാകുക. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ പ്രാർത്ഥനയിൽ ഒരാത്മാവിൻ്റെ പകർച്ചയുണ്ടാവണം. സ്തോത്രം. തുറക്കപ്പെട്ട സ്വർഗം, ആത്മാവിൻ്റെ പകർച്ച. ഇതാണ് പ്രാർത്ഥനയിൽ സംഭവിച്ചത്. നമ്മുടെ പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത് അതാ. സ്തോത്രം. അത് ഒരു സാധാരണ പ്രാർത്ഥനയിൽ സംഭവിക്കുമോ പ്രിയപ്പെട്ടവരെ? സംഭവിക്കില്ല. അത് അല്ലെ, സ്വർഗം തുറക്കേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ജഡീകമായൊരു പ്രാർത്ഥനയല്ല, അവിശ്വാസമുള്ളൊരു പ്രാർത്ഥനയല്ല, അല്ലേ. അത് പൂർണ്ണമായും വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. സ്തോത്രം. അത് നമ്മൾ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആത്മാവ് ഇറങ്ങി വരും, ആത്മാവിൻ്റെ അഭിഷേകം വരും. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ആത്മസാന്നിധ്യം ഉണ്ടാകുകയും മറ്റുള്ളവരെല്ലാം ആത്മാവിൽ നിറയപ്പെടുന്നത് കാണാനിടയാകും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? അത് ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനയിൽ ഇറങ്ങി വരണം. സ്വർഗം തുറക്കണം. സ്തോത്രം. യേശു തൻ്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ താൻ സ്നാനപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, ആ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു. ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. അപ്പം തുടക്കം തന്നെ പ്രാർത്ഥനയിലാണ്. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിൻ്റെയും തുടക്കം, അല്ലെ, പ്രാർത്ഥിച്ച് തുറക്കപ്പെട്ട സ്വർഗത്തെ കണ്ട് ആത്മാവിൻ്റെ പകർച്ച അനുഭവിച്ചായിട്ടാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് സ്തോത്രം ചെയ്ത്, കർത്താവേ ഇന്ന് പകൽ ഞാൻ എഴുന്നേറ്റു, കർത്താവ് എന്ന് തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ എനിക്കിരിക്കണം, എൻ്റെ പ്രാർത്ഥന ഇന്ന് പകൽ കേൾക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇന്ന് പകൽ ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വരണമെന്ന് പറഞ്ഞ് രാവിലെ തോറും അവൻ്റെ എണ്ണ പുതിയതാണ്, അവൻ്റെ ദയ പുതിയതാണ് അനുഭവിക്കുന്ന ദൈവമക്കൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് രാവിലെ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലിരുന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിച്ച് ഒരു ദിവസം തുടങ്ങിയാലുണ്ടല്ലോ, അന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. അപ്പം ക്രിസ്തു യേശുവിൻ്റെ മിനിസ്ട്രിയുടെ തുടക്കം എങ്ങനെയാ? പ്രാർത്ഥിച്ച. ആ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ തുടക്കം അങ്ങനെ ആയിരുന്നത് കൊണ്ട് പിന്നെ അവിടം കൊണ്ട് അവസാനിപ്പിച്ചെന്നല്ല പുസ്തകം പറയുന്നത്. അവിടുത്തെ പ്രാർത്ഥനാ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. അത് ഇന്ന് ഞാൻ ഈ വചനം പറയുന്ന ഈ നിമിഷവും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. നിങ്ങൾക്കറിയാം അല്ലേ? ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നു. തുടങ്ങിയത് ഇന്ന് ഈ നിമിഷം വരെ അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ ചിലർ ആദ്യത്തെ വലിയ സന്തോഷത്തിന് വലിയ പ്രാർത്ഥനയൊക്കെ തുടങ്ങി വെക്കുക, വലിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ഇന്ന് രാവിലെ ആ പ്രാർത്ഥനയുണ്ടോ? ഇന്ന് രാവിലെയും ആ പ്രാർത്ഥനയുടെ ഒഴുക്കുന്നതിലുണ്ടോ? ഇന്ന് രാവിലെയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലോ ആ ആത്മശക്തിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലോ തുറക്കപ്പെട്ട സ്വർഗത്തിൽ
ദൈവത്തിന് കീഴിൽ ഇരിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പകലും നീ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ പകർച്ച അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഇടയ്ക്ക് വെച്ച് എവിടെയോ അല്ലെ കണ്ണി മുറിഞ്ഞു പോയതുപോലെ പ്രാർത്ഥനയുടെ ചങ്ങല മുറിഞ്ഞു പോയിട്ടുണ്ടോ? പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടോ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുക, നിങ്ങളോട് ചോദിക്കുക, എവിടെയെങ്കിലും ആ കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അത് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതൊന്ന് പുതുക്കി പണിയുവാൻ, ആ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ചങ്ങലകളെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ ജീവിതം പഠിച്ചാൽ അവിടുന്ന് സെപ്പറേറ്റഡായി പ്രാർത്ഥിക്കുന്നൊരു, അല്ലെങ്കിൽ പ്രൈവസി കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം പരിശോധിച്ചാൽ കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു? ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ഏകാന്തമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം യേശുവിനുണ്ടായിരുന്നു. മർക്കോസ് 1:35, മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് 1:35. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കേട്ടോ, എൻ്റെ കർത്താവിൻ്റെ മാതൃക നിങ്ങൾ കണ്ടോ? അവൻ അതികാലത്ത് എഴുന്നേറ്റ് അല്ലേ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന്, അതും ഇരുട്ടോടെ, നേരം വെളുക്കുന്നതിന് മുമ്പ് നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. സാക്ഷാൽ ദൈവമായവൻ. സ്തോത്രം, സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥനയുടെ മാതൃകയാകുക. അതികാലത്ത് എഴുന്നേറ്റ് ഇരുട്ടോടെ, ആരും എന്നെ കാണണ്ട, ആരും എന്നെ അറിയണ്ട, ആരും ഇത് കാണാൻ വേണ്ടിയല്ല, ഒരാളും അറിയരുത്, നിർജ്ജന പ്രദേശത്ത് ഒരു ശല്യവുമില്ലാതെ, ആരും അലോസരപ്പെടുത്താനില്ലാത്തടത്ത് പോയി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവപുത്രൻ്റെ മനോഹരമായ കൂട്ടായ്മ, പിതാവുമായിട്ടുള്ള ആ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഊഷ്മളത ഇന്ന് രാവിലെ മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിൽ പാഠമൊന്ന് പഠിക്കണം കേട്ടോ. ആമേൻ. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ഒരു ജയമുണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണമെങ്കിൽ, ആത്മജീവിതത്തിൽ ഒരു വളർച്ചയുണ്ടാകണമെങ്കിൽ ഈ ദിവസങ്ങളിൽ രഹസ്യമായി അല്ലേ അവൻ ഇതൊക്കെ വെച്ചുകൊണ്ടാ കർത്താവ് പറഞ്ഞത് അല്ലേ, പ്രാർത്ഥിക്കുന്നവൻ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടാ അവൻ നമ്മുടെ കർത്താവ് നമുക്ക് എത്ര മാതൃകയാ. ഇന്ന് പകൽ ആത്മാവിൽ ചോദിക്കുകയാ, പരസ്യമായി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയുടെ സമയമാണ്, ആളുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സത്യമാ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചോദിക്കുകയാ, രഹസ്യമായി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എവിടെയാണ്? ഹല്ലേലൂയ. അവൻ ആരും അറിയാത്തപ്പോൾ, ഇരുട്ടുള്ളപ്പോൾ, നിർജ്ജന പ്രദേശത്ത് വേറിട്ട് പോയി പ്രാർത്ഥിച്ച കർത്താവ് എന്റെയും മുമ്പിൽ, എന്റെയും നിങ്ങളുടെയും മുമ്പിൽ മാതൃകയായി നിന്നുകൊണ്ട് ചോദിക്കുകയാ, നിങ്ങളുടെ രഹസ്യമായ പ്രാർത്ഥന എവിടെ? ദൈവവുമായിട്ട് രഹസ്യമായി ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായി, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായി, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനായി, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായി എനിക്കും നിങ്ങൾക്കും മാറാൻ കഴിയുന്നുണ്ടോ? അതോ ഈ പുറമേയുള്ള ബാഹ്യമായ പ്രാർത്ഥനാ ജീവിതമേ നമുക്കുള്ളൂ? സ്തോത്രം. സുവിശേഷങ്ങൾ പല ഭാഗത്ത് നമ്മുടെ കർത്താവിനെ ഇത്തരത്തിൽ കാണാം. ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് വേറിട്ട് പോയി പ്രാർത്ഥിച്ച കർത്താവിനെ നമുക്ക് കാണാം. ലൂക്കോസ് 5:16 വായിച്ച നമ്മളെ. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം വായിച്ചേ. അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിന്, തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. നോക്കണേ, ആളുകളെ അരച്ചു വരികയാണ് സൗഖ്യം പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ അല്ലെ. ജനക്കൂട്ടത്തിന് നടുവില. പക്ഷേ നമ്മൾ ബൈബിൾ വായിക്കുന്നത് അവൻ അവരുടെ അടുക്കൽ നിന്ന് മാറിപ്പോയി.
നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത് അനേക പാസ്റ്റർമാർ എല്ലാവർക്കും അല്ലേ, ഭയങ്കര തിരക്കാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ സമയം ഇല്ല. കർത്താവിനെ നോക്കിക്കേ, തിരക്കൊക്കെ അവിടെ നിൽക്കും, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കാനുള്ള സമയം അതില്ലെങ്കിൽ എൻ്റെ തിരക്കുകളൊക്കെ വ്യർത്ഥമാണ്, എൻ്റെ ശുശ്രൂഷ വ്യർത്ഥമാണ്, എൻ്റെ ജീവിതം തകരുകയാണ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുത്തുപുരത്തെ ആത്മീയ അനുഭവമൊക്കെ മാറി നമ്മൾ ആത്മാവിൽ വളരണമെങ്കിൽ, ആത്മാവിൽ നമുക്ക് കർത്താവിനോട് സ്നേഹം വർദ്ധിക്കണമെങ്കിൽ, അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ വേറിട്ട് പോയി പ്രാർത്ഥിക്കണം. യേശു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് വേറിട്ട് പോയി പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച പകൽ നിങ്ങൾ വന്നത് സന്തോഷം, കുടുംബ പ്രാർത്ഥനയ്ക്കും മറ്റ് യോഗങ്ങൾക്കൊക്കെ വരുന്നത് സന്തോഷം, അപ്പോൾ നിങ്ങൾ പരസ്യമായി പ്രാർത്ഥിക്കുന്നതും വളരെ സന്തോഷം. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുക, വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്ന ഏകാന്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരാത്മാനുഭവം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾ തകരാൻ തുടങ്ങും. എന്നാൽ അവൻ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി വ്യക്തിപരമായി പ്രൈവറ്റായി അവൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണ് നീ എങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. സ്തോത്രം. ഇപ്പം നമ്മുടെ കർത്താവ് പേഴ്സണൽ പ്രയറുള്ള വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമുള്ള ആളായിരുന്നു. നമുക്കും അതുണ്ടാകണം. അത് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. അവിടെയാണ് വൃക്ഷത്തിൻ്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് അല്ലേ. ആ വേരിറങ്ങുന്നതിനനുസരിച്ച് മാത്രമേ വൃക്ഷം ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് നിൽക്കുകയുള്ളൂ അല്ലേ. രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്ത ഒരാൾക്ക് പരസ്യ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല, അവർ തകരും. ആളുകൾ അതിന് ഏലിയാവിൻ്റെ കാര്യമൊക്കെ ഉദാഹരണം ഞാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏലിയാവിൻ്റെ കാര്യമൊക്കെ ഉദാഹരണം പറഞ്ഞിട്ട് ആളുകൾ പറയും, ചുമ്മാതെ അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയൊന്നും വേണ്ട, 3 വാക്ക് മതി അല്ലേ. കർമ്മേലിൻ്റെ മുകളിൽ വെച്ച് എന്തോ പറഞ്ഞു, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ അല്ലേ, ഞാൻ നിൻ്റെ ദാസനെന്നും ഞാൻ ഈ ചെയ്തതൊക്കെ നിൻ്റെ കൽപ്പന പ്രകാരമെന്നും ഇന്ന് തെളിയിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രാർത്ഥന. ആ 3 വാചകങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അല്ലേ. ഭയങ്കര അത്ഭുതം നടന്നു. അപ്പോൾ ആളുകൾ നമ്മളോട് കളിയാക്കി പറയുകയാണ്, നിങ്ങൾ 21 ഇരിക്കുന്നു, നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥനയാണ്, ഫുൾ ടൈം പ്രാർത്ഥനയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്, വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ്. നല്ല ആളുകളായിരുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ഒരു പക്ഷേ കളിയാക്കുന്ന ആളുകളുണ്ട് അല്ലേ. പലപ്പോഴും നമ്മൾ അത്തരം കളിയാക്കലുകൾ കേൾക്കാറുണ്ട്. പക്ഷേ നിങ്ങളറിയണം, ഏലിയാവ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത്ര പേർക്ക് ഓർമ്മയുണ്ട്. ഏലിയാവ് അവിടെ 3 വാക്കേ പറഞ്ഞുള്ളൂ, ശരിയാ. പക്ഷേ അവിടെ ഈ തീ ഇറങ്ങുന്നതിന് വേണ്ടി ഏലിയാവ് അല്ലേ കെരീത്ത് തോട്ടിൽ അല്ലേ സാരാഫാത്തിൽ അവൻ ഒളിച്ചിരുന്നിടത്തും അല്ലെ അവിടെ വന്ന കർമ്മയിൽ നിൽക്കുന്നതിന് മുമ്പുള്ള ആ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ദൈവവും ഭാഗം ഒറ്റ പ്രാർത്ഥനയെ ഏലിയാവിനുണ്ടായിരുന്നുള്ളൂ. എന്താ പ്രാർത്ഥന? കർത്താവേ, ഈ ദൈവത്തെ വിട്ട് മറുതലിച്ചിരിക്കുന്ന ഈ ജനം, അന്യ ദൈവത്തെ സേവിച്ച് നിൽക്കുന്ന ജനം, ബാലിനെയും അശേരയെയും ഒക്കെ സേവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ ജനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കർത്താവേ ഒറ്റ വാക്ക് പറയും. കർത്താവേ, നീ സർവശക്തനായ ദൈവമാണെന്ന് പറഞ്ഞ് നിന്റെ നാമത്തിൽ ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം, ആമേൻ, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി അല്ലെ ദഹിപ്പിച്ച് നീ സർവശക്തനായ ദൈവമാണെന്ന് നീ തെളിയിക്കണം. സ്തോത്രം, സ്തോത്രം. ഇതായിരുന്നു പ്രാർത്ഥന. ഈ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? ഞാൻ പരസ്യമായിട്ട് തന്നെ 4 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ടൈമില്ല, അവർ തരുകയില്ല. ഒറ്റ വാക്ക് പറയുമ്പോൾ കാര്യങ്ങൾ നടക്കണം, തീ ഇറങ്ങണം. തീ ഇറങ്ങണമെന്ന് മാത്രമല്ല, രണ്ടാമത് ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്നറിയോ? അവർ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങാനും. അതെന്നെ പാസ്റ്റർ ബൈബിളിൽ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ? പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷേ
എൻ്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയാം. ഈ ബാലും അവരുടെ ടീമുകളും അല്ലേ, അവരോട് ഈ ഇസ്രായേൽ അവരോട് മന്ത്രവാദികളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി യാഗവസ്തു നശിപ്പിക്കുന്നയാൾ സത്യദൈവം. അപ്പോൾ അവർ ധൈര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഏറ്റു. പറഞ്ഞില്ലേ? അവരുടെ ബാലിന് അല്ലെങ്കിൽ അവരുടെ ദൈവത്തിന് അത് കഴിയത്തില്ലായിരുന്നെങ്കിൽ അവർ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ലായിരുന്നു? ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അവർ പറഞ്ഞേനെ, ഓ ഇത് വേണ്ട, നമുക്ക് വേറെ വല്ല മത്സരം നടത്താമെന്ന് പറഞ്ഞേനെ. പക്ഷെ അവർ പറഞ്ഞു ധൈര്യമായിട്ട്, അല്ലേ, ഫറവോൻ്റെ അവിടെ മന്ത്രവാദികൾ പറഞ്ഞതുപോലെ വടി നിലത്തിട്ടപ്പോഴത്തേക്ക്, അല്ലേ, മോശ എന്ന് വടി നിലത്തോട്ടിട്ടപ്പോഴത്തേക്ക് വടി സർപ്പമായി. അപ്പം അവരൊക്കെ ചിരിച്ചു, മന്ത്രവാദികളും ഫറവോനും ഒക്കെ ചിരിച്ചു. ഇതാണോ നിന്റെ വലിയ അത്ഭുതം? അവരെന്നിട്ട് പറഞ്ഞു, മന്ത്രവാദികളോട് പറഞ്ഞു, നിങ്ങളുടെ വടിയും നിലത്തിടാൻ പറഞ്ഞു. ഇവനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇവൻ്റെ കയ്യിൽ മാത്രമല്ല നമ്മുടെ കയ്യിൽ ഈ പണി, അല്ലേ. അവിടെ തന്നെ അവരും നിലത്തിട്ടു, അവരുടെ വടികളും സർപ്പമായി മാറി. അപ്പം അവരെ കൊണ്ടും ഇത് പറ്റും. പക്ഷേ അവിടെ ഒരു കാര്യം സംഭവിച്ചു. മോശയുടെ വടി എന്താണ്? ഫറവോൻ്റെ മന്ത്രവാദികളുടെ വടികളെയൊക്കെ വിഴുങ്ങി. അത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവിച്ചത്. അവരും ചിലതൊക്കെ കാണിക്കും, പക്ഷേ അല്ലേ, വിഴുങ്ങാനുള്ള ശക്തി ഇവിടെയാണ്. ഇത് ദൈവത്തിൻ്റെ കരമാണ്. ചെറിയ പരിപാടിയൊക്കെ ചെയ്യാനുള്ള സകല വകുപ്പും അവരുടെ കയ്യിലുണ്ട്. അതില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വളരത്തില്ല. അന്ധവിശ്വാസം ഇവിടെ വളരുന്നത്, പല പേരിലുള്ള അനാചാരങ്ങളൊക്കെ വളരുന്നത് അവിടെയും ചില പ്രവൃത്തികളും ചില അത്ഭുതങ്ങളും ചില കാര്യങ്ങളും പൊടിക്കൈകളും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ആളി തേടിപ്പോകുന്നത്. അല്ലാതെ അവരാരും വിഡ്ഢികളായിട്ടല്ല. അവിടെ പോയാലും ചിലത് നടക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാ, എവിടെ പോയാലും അവിടെ പോയാലും ഇവിടെ പോയാലും ഒക്കെ മറ്റു പലതുമൊക്കെ നടക്കും. പക്ഷേ ഇവിടെ വന്നിട്ട് നടക്കാത്തൊരു കാര്യം അവിടെ നടക്കത്തില്ലെന്ന് മാത്രമല്ല, അവിടെ നടക്കാത്ത ഏത് കാര്യവും ഇങ്ങോട്ട് കൊണ്ടുവാ, ഇവിടെ നടക്കുക. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആത്മാവിൽ ആരാധിക്കുന്നത്. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെയില്ല. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ എന്താ ഏലിയാവ് എന്താണ്? ഇവരുടെ ദൈവം പ്രവർത്തിക്കാൻ പാടില്ല, പ്രാർത്ഥിച്ചു. അവനെ പിടിച്ചു കെട്ടാൻ പ്രാർത്ഥിച്ചു. ഇല്ലെങ്കിൽ ഇവൻ തീ ഇറക്കി കഴിഞ്ഞിട്ട് പറയും, ഞങ്ങളും എന്ത് ചെയ്യും? ഇറക്കും. അപ്പം ഏലിയാവിൻ്റെ പ്രാർത്ഥന, ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങണം. ഒരുപാടൊന്നും പ്രാർത്ഥിക്കില്ല, അല്ലേ, കുറച്ച് വാക്കുകൾ പറയുമ്പോൾ തീ ഇറങ്ങണം. രണ്ട്, അവന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങാൻ പാടില്ല. അവരുടെ ദൈവത്തെ നീ പിടിച്ചു കെട്ടണം. ദൈവം പറഞ്ഞു. അതെത്ര നാൾ പ്രാർത്ഥിച്ചു? 3.5 വർഷം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന്, അല്ലേ, ആഹാബിനോട് പറഞ്ഞു. 3.5 വർഷത്തെ പ്രാർത്ഥന ആരുടെ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? 3.5 കൊല്ലം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? തീ ഇറങ്ങണം, അല്ലേ, അവൻ്റെ ശക്തികൾ കെട്ടപ്പെടണം. ദൈവം ചെയ്തു, അതുപോലെ ചെയ്തു. തൻ്റെ ദാസൻ എഴുന്നേറ്റ് നിന്ന്, അല്ലേ, ചില വാക്കുകൾ പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം തീ ഇറക്കി തോട്ടിലെ വെള്ളം കൂടെ ദഹിപ്പിച്ചു. സ്തോത്രം, അല്ലേ. അതിനു മുമ്പ് ഫസ്റ്റ് ചാൻസ് അവർക്കല്ലേ കൊടുത്തേ? അവർക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവർ വയലൻ്റായി. നിങ്ങൾ കണ്ടായിരുന്നോ? വായിച്ചിട്ടുണ്ടോ? അവർ രാവിലെ മുതൽ ഉച്ച വരെ എന്ത് ചെയ്തു? വിളിച്ചു, ബാലേ പ്രവർത്തിക്കുക. ഞാൻ അവർക്ക് ദേഷ്യം വന്ന അവസാനം അവർ തന്നെത്താൻ മുറിക്കാൻ തുടങ്ങി, അല്ലേ. ഏലിയാവ് മാറി നിന്ന് അവരെ കളിയാക്കാനും തുടങ്ങി. എന്താ കാരണം? ഇവർക്ക് ദേഷ്യം വരാൻ കാരണം എന്താ? ഈ ബാല്, ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ, ഈ ബാല് ഇത് എവിടെ പോയി? കേൾക്കുന്നില്ലേ? ചെവി കേൾക്കില്ലേ? ചെവി കേൾക്കാത്തതല്ല, ചെവിയൊക്കെ കേൾക്കാം, പക്ഷെ അനങ്ങാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ല. ദൂത് വല്ലതും പിടികിട്ടിയോ? ഇന്ന് പകൽ ഇവിടെയുള്ള സകല പിശാചുക്കളും ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് സ്വർഗം പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ്. അവിടുന്ന്, അല്ലേ, സ്റ്റോപ്പ് ചെയ്താൽ അവിടെ നിൽക്കും.
അല്ലേ? സ്റ്റോപ്പ് ചെയ്യുന്നതിനൊരു സമയമുണ്ട്. അതുവരെ ഇതൊക്കെ ഇവിടെ നടക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം സകലവും സ്റ്റോപ്പ് ചെയ്യുന്നൊരു ദിവസം വരുന്നു. സകല ആധിപത്യങ്ങളും തകരുന്ന, സകല പ്രതിസന്ധികളും തകരുന്ന, സകല ഇരുട്ടും അവസാനിക്കുന്ന ഒരു ദിവസം വരുന്നു. ആ ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. യഹോവയായ ദൈവ, സത്യത്തിന്റെ പരിജ്ഞാനമായവൻ, സർവശക്തനായ നമ്മുടെ കർത്താവ് മാത്രം ജീവിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുക. സകല ആധിപത്യങ്ങളും തകര, ദേശത്തെ ഭരിച്ചുകൊണ്ട്, വ്യക്തികളെ ഭരിച്ചുകൊണ്ട്, കുടുംബങ്ങളെ ഭരിച്ചുകൊണ്ട് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളൊക്കെ തകരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇവിടെയുണ്ട്? ഇനി ഏലിയാവ് ദീർഘമായി പ്രാർത്ഥിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് വേണ്ടേ? തെളിവ് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാർത്ഥന ഒറ്റവാബിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? കർത്താവേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഞാൻ നിൻ്റെ ദാസനാണ്, ഞാൻ ഈ ചെയ്തതൊക്കെ നിൻ്റെ കൽപ്പന പ്രകാരമാണെന്ന് ഇപ്പം വെളിപ്പെട്ട് വരട്ടെ, ഇപ്പം മഴ പെയ്യട്ടെ. അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു വെച്ചാ? പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റുകയില്ല. എന്താ ചോദിച്ചു? ദൈവത്തിന് ഒറ്റ വാക്കി പ്രവർത്തിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന അധികം വേണം. അങ്ങനെ അത് ദൈവമക്കൾക്ക് അറിയില്ല. ഇവിടെ ഇത് അറിയാവുന്നവർക്ക് അറിയാം. ചില കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലേ, അത്ഭുതകരമായ ചില വിടുതലുകൾ നടക്കുന്നതിന് ആഴമേറിയ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. ഏലിയാവിന് മനസ്സിലായി, ഏലിയാവിനറിയാം. കാരണം ഏലിയാവ് എന്ത് ചെയ്തു? നേരെ പർവ്വതത്തിൽ കയറി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. ഏലിയാവ് രണ്ട് വിഷയം ഒരുമിച്ച് പ്രാർത്ഥിച്ച് കാണത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏലിയാവ് ഏതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? തീ ഇറങ്ങുന്ന കാര്യം, അല്ലേ? അതിന് വിടുതൽ നടന്നു. ഇനി അടുത്ത വിഷയം എടുത്തു. അടുത്ത എന്താ? മഴ പെയ്യണം. നമ്മളങ്ങനല്ല, ഫോക്കസ്ഡ് അല്ല. ജോലി കാര്യത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പനി മാറാൻ, എല്ലാം വിഷയമാണ്. വിഷയത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ഏത് വിഷയത്തിനാണോ വിടുതൽ വേണ്ടത് അതാണ് ജാഗരിക്കേണ്ടത്. ഇതൊരു വലിയ തത്വമാണ്. ആ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ വെക്കണം. ചില വിഷയങ്ങൾ, അനങ്ങാത്ത വിഷയം, മാറാത്ത വിഷയം, പ്രതിസന്ധിയുള്ള വിഷയം, തകർച്ചയുള്ള വിഷയം, വലിയ വിഷയം, അതിനെ എല്ലാത്തിൻ്റെ കൂടിട്ട് കുഴയ്ക്കരുതെന്ന ഞാൻ ഈ പറഞ്ഞ ദൂത്. മനസ്സിലായോ വെച്ചാ? എല്ലാ വിഷയത്തിൻ്റെയും കൂടിട്ട് കുഴയ്ക്കാതെ, കർത്താവെ, ഞാൻ ഇന്ന് 1 മണിക്കൂർ നേരം ഇന്ന ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആ വിഷയം മാത്രം, ദാറ്റ്സ് എനഫ്. ആ ഒരു വിഷയം മാത്രം. ദൂത് പിടി കിട്ടിയോ? ആ ഒറ്റ വിഷയം മാത്രം. കർത്താവെ, എനിക്ക് രോഗമാണ്, ആ രോഗം സൗഖ്യം, ആ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അന്നേരം അമ്മാച്ചൻ്റെ വിഷയം, അപ്പച്ചിയുടെ വിഷയം, നാത്തൂൻ്റെ വിഷയം ഒന്നുമില്ല. ഇവിടെ ഒറ്റ വിഷയമേ ഉള്ളൂ. അങ്ങ് എത്തിക്കേണ്ട ഒരു വിഷയം എന്താ? ഈ രോഗത്തിൽ തന്നെ വിടുവിക്കണം. ഈ ഒറ്റ വിഷയം. അതിനു വേണ്ടി ആളുകളൊന്ന് ഒന്നിച്ചാൽ, നിങ്ങൾ നോക്കിയേ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ബുധനാഴ്ച പറഞ്ഞില്ലേ, എന്താണ് സഭയുടെ? പത്രോസ് കാരാഗ്രഹത്തിലായപ്പം സഭയുടെ സബ്ജക്റ്റ് എന്താ? എന്തോ അമ്മേ, എന്തോ ആവശ്യം? കർത്താവെ, മിഷണറിമാരെ അയക്കണേ. ആണോ? മിഷണറിമാരെ അയക്കുന്നതിന് പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയം വെച്ചോണം. ഇപ്പോൾ ഒറ്റ വിഷയമേ ഉള്ളൂ. കാരാഗ്രഹത്തിനകത്ത് ഒരുത്തൻ കിടപ്പുണ്ട്, അല്ലേ? യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ എന്ത് ചെയ്തു? വാളുകൊണ്ട് കൊന്നു. ഇവനെയും അറക്കാൻ നിർത്തിയിരിക്കുക, അല്ലേ? നിർത്തിയിരിക്കുക, അറക്കും. അപ്പോഴാ ഈ പല വിഷയമിട്ട് കുഴയ്ക്കാനില്ല. സഭ ഒരുമിച്ച് വന്ന് ഏക മനസ്സോടെ ഒറ്റ പ്രാർത്ഥന, കർത്താവെ, നിന്റെ ദാസനെ നീ പുറത്തു കൊണ്ടുവരണം. സ്തോത്രം. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കണം. നിന്റെ ദൂതനെ അങ്ങോട്ട് അയക്കണം. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നിന്റെ ദൂതനെ അയച്ചാൽ പത്രോസ് വെളിയിൽ വരും. കർത്താവെ, അത്ഭുതങ്ങൾ ചെയ്യണം, കാരാഗ്രഹത്തിനകത്തോട്ട് അയക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക ഒറ്റ മനസ്സോടെ. വേറെ ആർക്കും വ്യക്തിപരമായ വിഷയങ്ങളില്ല. ഇവിടെ അങ്ങ് സ്വാർത്ഥതയാ. എൻ്റെ വിഷയം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, അത് കഴിഞ്ഞിട്ട് മതി. മറ്റേത് എല്ലാം കൂടെ അങ്ങ് യോജിപ്പിക്കുക, അല്ലയോ? അവിയൽ പരുവാക്കുക.
അവയിലിനകത്തല്ലേ ഒരുപാട് ദാനം ഇടുന്നത്. ഇതൊരു വലിയ ദൂതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങൾക്കൊരു വിഷയത്തിനും വിടുതൽ വേണമെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്ത് ജാഗരിച്ച് അതിന് വേണ്ടി മാത്രം ഇരിക്കണമെന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലായി? നമുക്ക് ഈ പഠിച്ചു വെച്ച പ്രാർത്ഥനയെ പറ്റുള്ളൂ. നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കൊരു പാറ്റേൺ ഉണ്ട്. എന്തുവാ? പ്രാർത്ഥിച്ച് വരുമ്പം അവർക്ക് വേണ്ടി മറ്റെടുത്ത് തുടങ്ങി, അവിടെ തുടങ്ങി, ഇവിടെ തുടങ്ങി, മറ്റേത് വന്ന്, അത് വന്ന്, ഇത് വന്ന്, ഇത് വന്ന്, അവസാനം ഈ ഒരു പ്രാർത്ഥനയെ നമുക്ക് അറിയുള്ളൂ. അപ്പം ഏത് പ്രാർത്ഥനയിലും എന്ത് ചെയ്യും? ഓരോ കാര്യത്തിനും പ്രാർത്ഥിക്കേണ്ടതിന് പ്രത്യേക രീതിയുണ്ട്. അതുകൂടെ ഒക്കെ പഠിക്കേണ്ട കാര്യമാണ്. ചിലർക്കറിയത്തില്ല, എല്ലാത്തിനും ഒരേ പാറ്റേണിൽ എന്ത് ചെയ്ത് കളയും? പ്രാർത്ഥിച്ച് കളയും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, വിഷയത്തിൽ നമ്മൾ ഏകാഗ്രമാകണം. അതാണ് വിടുതലിൻ്റെ അടിസ്ഥാനം. പത്രോസ് പുറത്തു വരണമോ? സഭ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒറ്റ വിഷയം. ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയുമ്പം ഇതൊരു അനുഭവമാണ്. നമുക്കൊക്കെ അനുഭവങ്ങളാണ്. ഫോക്കസ്ഡ് ആയാൽ വിടുതലാ. ആ വിഷയത്തിന് മാത്രമായാൽ അതിനൊരു വിടുതലാ. അല്ല, നിങ്ങൾ പല കാര്യം അതിനിടയ്ക്ക് പറഞ്ഞാൽ അതിന് വിടുതലില്ല. പിന്നെ വെള്ളിയാഴ്ച നമുക്കിവിടെ വന്ന എല്ലാവരുടെയും കാര്യം എന്ത് ചെയ്യണം? ഒരാളുടെ വിഷയം വിട്ടാൽ അവരന്നേരം ഒന്നും പറയത്തില്ല. വീട്ടിൽ പോയിട്ട് എന്തോ പറയും? പുള്ളിക്ക് നമ്മുടെ കാര്യമൊന്നും അല്ലേ? ഒരാൾ പ്രാർത്ഥിക്കും, ഒരാളുടെ വിഷയം വിട്ടാൽ തീർന്നില്ലേ? കേസ് തീർന്നില്ലേ? നിങ്ങൾ വ്യക്തിപരമായി ചെയ്യുമ്പോൾ ഉള്ള കാര്യമായി പറഞ്ഞത്. സ്തോത്രം. വീട്ടിൽ പോയിരുന്ന് വ്യക്തിപരമായി വിഷയത്തിന് വേണ്ടി ജാഗരിക്കണം. അതിന് ടൈം വെച്ചോ, ഒരു കുഴപ്പമില്ല. അതിനൊക്കെ പ്രമാണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ക്രമമാണ്. നല്ല കാര്യമാണ് അത്. നിങ്ങൾ ഇന്ന വിഷയത്തിന് വേണ്ടി 1 മണിക്കൂർ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി. ആ വിഷയത്തിൽ വിടുതലുണ്ടാവും, അതിന് അനക്കം ഉണ്ടാകും, ആ വിഷയത്തിൽ മാറ്റം ഉണ്ടാകും, അതിന് വ്യത്യാസം വരും. ഇന്നിത് കേട്ടിട്ട് പോയട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞു, വിശ്വാസം എങ്ങനെ വരുന്നേ? കേൾവിയാൽ. കേൾവി എന്തുവാ? ഇന്നിത് കേട്ടെങ്കിൽ അല്ലേ? വീട്ടിൽ പോയിട്ട് ഇന്ന് കർത്താവെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം, ഇന്ന് വൈകിട്ട് ഒരു 6:30 മുതൽ 7 മണി വരെ ഞാൻ ഇന്ന ഒരു വിഷയത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുക? അന്ന് പരിശീലിക്കണം. അവിടെ വേറെ ഒന്നും വിടരുത്, വേറൊന്നും പറയരുത്, വേറെ ഒന്നിലോട്ടും പോകരുത്. ആ ഒറ്റ വിഷയം, അതിനകത്തൊന്ന് ഫോക്കസ്ഡ് ആയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ ചില വിടുതൽ സംഭവിക്കും. അതിനകത്തേക്ക് നീ 1-2 പേരെ കൂടെ കൂട്ടി നോക്കിക്കേ, അതങ്ങ് സ്ട്രോങ് ആകും. 2 പേരെ കൂടെ കൂട്ടി ഒറ്റ വിഷയം, വേറൊരു വിഷയവും ഇല്ലെന്ന് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്ത് നോക്കിക്കേ. ആ വിഷയത്തിന് ചില വ്യത്യാസങ്ങൾ വരും. സ്തോത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? നമ്മുടെ കർത്താവ് വ്യക്തിപരമായി പ്രാർത്ഥിക്കും. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അത് നമുക്കും ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് പ്രയർ. ആ പ്രയറിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി ചില പേഴ്സണലായിട്ടുള്ള സെപ്പറേറ്റഡായ വിഷയങ്ങളുണ്ടായിരിക്കണം. പിടികിട്ടിയോ? അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് ചില മറുപടികൾ നമ്മൾ കാണും. അപ്പം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് എന്ത് ചെയ്തു? വേറിട്ടിരുന്ന് പോകും അല്ലേ? നമുക്കന്ന് ആൾ കൂടെ ഉണ്ട്, സന്തോഷം. എത്ര നേരം വേണേലും വാചകം അടിച്ച് ഇരിക്കും അല്ലേ? നമ്മുടെ പ്രാർത്ഥന എല്ലാം പോകുന്നത് അങ്ങനെയാണ്, വർത്തമാനത്തിലാണ്. ചില ആളുകൾ നല്ല പ്രാർത്ഥനയൊക്കെ, പക്ഷേ അവരുടെ വർത്തമാനമാണ് അവരുടെ ജീവിതത്തെയും അവരുടെ ശുശ്രൂഷയെയും അവർക്കുള്ള അനുഗ്രഹത്തെ മുഴുവൻ തടയുന്നവരുടെ വർത്തമാനം. ഈ ദിവസങ്ങളിൽ വായ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം അല്ലേ? ശരിയല്ലേ അച്ഛാ? നമ്മുടെ അധരം വളരെ പ്രശ്നമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അത് ആവശ്യമില്ലാതെ യൂസ് ചെയ്ത പ്രാർത്ഥനയ്ക്കൊന്നും മറുപടിയൊന്നും ലഭിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുവാൻ നമ്മുടെ അധരം വിശുദ്ധമാകേണ്ടത് അത്യാവശ്യം. സ്തോത്രം. അപ്പം അതുകൊണ്ട് വ്യക്തിപരമായി യേശു പ്രാർത്ഥിച്ചതുപോലെ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. അതെല്ലാം പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലേ? മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. യേശു എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ കാര്യമല്ല അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടിയാണ് യേശു കൂടുതൽ പ്രാർത്ഥിച്ചത് അല്ലേ? പത്രോസിനെ പിശാച് ഗോതമ്പ് പോലെ പാറ്റൻ അനുവാദം ചോദിച്ച വിഷയം യേശു പത്രോസിനോട് പറയുന്നുണ്ട്. പത്രോസിന് അത് അറിയാൻ മേല. ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം വായിക്കാം. ആമേൻ.
മൂന്നാമത്തെ കാര്യമാണ് ഇത്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഞാനൊരു കാര്യം നിന്നോട് പറയാൻ പോവാണ്. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. നിന്റെ വിശ്വാസം പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സ്തോത്രം. ഇതുപോലെ എത്ര പെർമിഷനുകളുമായിട്ട് സാത്താൻ നമ്മുടെയൊക്കെ പേരിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവ് ഒന്നിനും പെർമിഷൻ കൊടുക്കാതെ നമുക്ക് വേണ്ടി അപേക്ഷിച്ച ദൈവപുത്രന് ഇന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അല്ലേ? യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ് നമ്മെ ഇന്ന് നിലനിർത്തുന്നത് എന്ന് നിങ്ങളെല്ലാവരും അറിയണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കേണ്ട, അവിടെ പറയുന്നുണ്ട്, കർത്താവ്, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനം കേട്ട് വിശ്വാസത്തിൽ ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. നോക്കണേ, യേശുക്രിസ്തുവിൻ്റെ വിശാലമായ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും മാത്രമല്ല, നാം എല്ലാവരും ഉണ്ട്, നമുക്ക് ശേഷം വരുന്നവരും ഉണ്ട്. ഇനി കർത്താവിൻ്റെ വരവ് വരെ ആരൊക്കെ വരുമോ അവരെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് ഡിസിഷൻ എടുത്താലും അതിനു മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വലിയ മാതൃകയാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളങ്ങ് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ തീരുമാനത്തിലും ആശ്രയിച്ചങ്ങ് ചെയ്യും. പലപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. യേശു അങ്ങനല്ല. ഏതൊരു തീരുമാനം വന്നാലും പ്രധാനപ്പെട്ടവയുടെ മുമ്പിൽ പ്രാർത്ഥിക്കും. നമുക്കറിയാം, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തൻ്റെ ഈ ദൗത്യം ഭൂമിയിൽ നിറവേറ്റാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് ആരെങ്കിലും തിരഞ്ഞെടുത്താൽ പറ്റുകയില്ല. അതിന് താൻ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വചനം പറയുന്നത്, ആ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാത്രി മുഴുവനും കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി വന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. ലൂക്കോസ് 6:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാരെന്ന് നോക്കിക്കച്ചാ. ഒരുപാട് പേര് അനുഗമിക്കാൻ പുറകെ വന്ന് നിൽക്കുക. യേശുവിന് പുറകെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ 12 പേരെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചേച്ചാ പത്രോസേ, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞത് അല്ലേ? യാക്കോബിനെ വിളിച്ചത്, യോഹന്നാനെ വിളിച്ചത്, ബർത്തലോമായെ വിളിച്ചത് അല്ലേ? ചുങ്കക്കാരൻ മത്തായിയെ വിളിച്ചത്. അങ്ങനെ 12 പേരെയും അല്ലേ? ആരൊക്കെയാണെന്ന് പറഞ്ഞ്, പത്രോസ്, ആന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫയുടെ മകൻ യാക്കോബ്, തദ്ദായി, ശിമോൻ, ഒടുവിൽ ഒരുത്തനെ വിളിച്ചു തന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഇസ്കാരിയോത്ത് യൂദയെയും വിളിച്ചത് നേരത്തെ അറിഞ്ഞോണ്ടാ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പ് കർത്താവ് എന്ത് ചെയ്തു? ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ എത്ര നേരമാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം പ്രാർത്ഥിക്കണം നമ്മുടെ തീരുമാനങ്ങൾക്ക് മുമ്പ്. യേശുവിനൊരു രാത്രി മുഴുവനും പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ എത്ര രാത്രി പ്രാർത്ഥിച്ചിട്ട് വേണം ചില തീരുമാനങ്ങൾ എടുക്കാൻ? ജീസസ്. എത്ര പേർക്ക് മനസ്സിലായി? ഞാനൊരു കാര്യം പറയാം, പലപ്പോഴും നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങളാണ് നമ്മളെ തകർച്ചയിൽ കൊണ്ടാക്കിയത് അല്ലേ? തെറ്റായ തീരുമാനങ്ങളാണ് ഇന്നത്തെ തകർച്ചയിൽ എത്തിച്ചത്. അതിന് കാരണം പ്രാർത്ഥനയില്ലാതെ എടുത്ത തീരുമാനങ്ങൾ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങൾ, അത് നമ്മെ തകർച്ചയിലേക്ക് നയിച്ചു. പക്ഷേ യേശു നമ്മുടെ മുമ്പിൽ ഏറ്റവും ഉത്തമമായ മാതൃകയായി നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്.
അവിടുത്തെ തെരഞ്ഞെടുപ്പ് തെറ്റിയില്ല. തെറ്റിയായിരുന്നോ? ഇല്ല. ആ 12 പേർ ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചവരായിരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവരിലൂടെ അല്ലേ ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം ചെയ്തു. ആമേൻ. അവരിലൂടെ കർത്താവ് തൻ്റെ സഭയെ പണിയുവാൻ തുടങ്ങി. അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം, കരയണം. ദൈവത്തിൻ്റെ നിയോഗപ്രകാരമേ തീരുമാനങ്ങൾ എടുക്കും. അതെന്താണെങ്കിലും അല്ലേ, എന്തൊക്കെയാണെന്നൊന്നും ഞാനിന്ന് ഇനി വിശദീകരിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറയാം. അടുത്തത്, കർത്താവ് തൻ്റെ ഏറ്റവും വലിയ കഷ്ടങ്ങളിൽ, തകർച്ചകളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ താൻ പ്രാർത്ഥിച്ചു. അത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ഗദസമനയിൽ കർത്താവ് പ്രാർത്ഥിച്ചു അല്ലേ. ലോകത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് താൻ ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. പിതാവ് തന്നെ കൈവിടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വലിയ കഷ്ടതയുടെ പാനപാത്രം കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് ഗദസമനയിൽ പ്രാർത്ഥിക്കുകയാണ്. അതും ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ശക്തമായ പ്രാർത്ഥന. തൻ്റെ അല്ലേ ഉയർപ്പ് തുള്ളികൾ രക്തം പോലെ വീണു. തീഷ്ണമായ പ്രാർത്ഥന, ആഴമായ പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന. ജീസസ്. ഇന്ന് നിങ്ങളുടെ മുകളിൽ ഞാൻ പറയുന്നു, ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ചില ആളുകൾക്ക് കഷ്ടം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ അറിയാമോ? ഞാനതാ പറഞ്ഞത്, ഈ തുടങ്ങി വെച്ച പ്രാർത്ഥന എവിടെയോ നഷ്ടമായി. ആ ചങ്ങല അല്ലെങ്കിൽ ആ കണ്ണി പൊട്ടിയാൽ പിന്നെ കഷ്ടം വരുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്ന, കുറ്റം പറയാൻ തുടങ്ങും. ശരിയല്ലേ? കഷ്ടം വരുമ്പോൾ കുറ്റം പറയാൻ തുടങ്ങും. പക്ഷേ ദാനിയേലിനെ നോക്കിക്കേ, രേഖ തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞിട്ടും താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ അല്ലേ, മുമ്പേ ചെയ്തു വന്നതുപോലെ അവൻ്റെ മാളിക ചെന്നിട്ട് കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് മുട്ടുകുത്തി തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗദസമനയിൽ കഷ്ടമെടുത്തിരിക്കുമ്പോൾ അല്ലേ, ക്രൂശ് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അരുമനാഥൻ പ്രാർത്ഥിച്ചു അല്ലേ. ആ പ്രാർത്ഥന എത്ര തീഷ്ണമായ പ്രാർത്ഥന. ഇന്ന് പകൽ അവിടെയാണ് ആ പ്രാർത്ഥനയിൽ ആ സമർപ്പണം. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. നമ്മുടെ പ്രാർത്ഥനയല്ല എന്തിനു വേണ്ടിയാ? നമ്മളാണ് ഒരു കഷ്ടതയുടെ തൊട്ട് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. എന്തുമായിരിക്കും അവസാനത്തെ വാക്ക്? എന്തുമായിരിക്കും? എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമോ? കർത്താവ്, ഒരു കാരണവശാലും എന്നെ അതിനകത്തോട്ട് വിടരുതേ, എന്നെ രക്ഷപ്പെടുത്തണേ കർത്താവേ, അതെനിക്ക് സഹിക്കാൻ വയ്യ. കർത്താവേ, അതിന് ഞാൻ വീടല്ലേ, എങ്ങനെയും എന്നെ ഒന്ന് രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരണമേ. സ്തോത്രം, സ്തോത്രം. പൗലോസിൻ്റെ അടുത്ത് ചെന്ന് ദൂത് പറഞ്ഞു, യെരൂശലേമിലേക്ക് പോകരുത് അല്ലേ, യെരൂശലേമിലേക്ക് പോകരുത്. അഗബോസ് പറഞ്ഞു, ഫിലിപ്പോസ് ഉപദേശിയുടെ മക്കൾ, പ്രവചിക്കുന്ന മക്കൾ പറഞ്ഞു, ഒരുപാട് പ്രവാചകന്മാരൊക്കെ വന്ന് പറഞ്ഞു, ആളുകൾ ആലോചന പറഞ്ഞു, അയ്യോ പൗലോസേ, നീ യെരൂശലേമിലേക്ക് പോകരുത്, അവിടെ നിന്നെ എന്തു ചെയ്യും? ജാതികൾ നിന്നെ പിടിക്കും, റോമാക്കാർ അല്ലേ, യഹൂദന്മാർ നിന്നെ ബന്ധിച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. അഗബോസ് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ എന്തു ചെയ്യും? യഹൂദന്മാരെ പിടിച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും, കൈ കെട്ടി അല്ലേ, കെട്ടി ബന്ധിച്ച് ഏൽപ്പിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചന കേട്ടു. അപ്പോൾ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, പൗലോസേ നീ പോകരുത് അല്ലേ, നീ അവിടെ പോകരുത്. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞേ? യെരൂശലേമിൽ പോയി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, അവന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് അല്ലേ. കഷ്ടമനുഭവിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി മരിക്കാനും തയ്യാറാണ്. എന്തുകൊണ്ടാണ് പൗലോസിനെ കൊണ്ടത് പറയിപ്പിച്ചത്? പൗലോസിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പൗലോസിന് ബോധ്യമായൊരു കാര്യമുണ്ട്, ഈ കഷ്ടത ഞാൻ അനുഭവിക്കണം.
ഇതിലൂടെ ഞാൻ കടന്നു പോയെങ്കിലേ ദൈവം എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തം നിറവേറുകയുള്ളൂ. ഏതാ വാഗ്ദത്തം? റോമിൽ തന്നെ കൊണ്ടുപോകുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം. ആ റോമിൽ പോയിട്ടില്ല. ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഞാൻ യെരൂശലേമിൽ പോകണം. അവിടെ വച്ച് ജാതികളുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചെങ്കിലേ ഞാൻ റോമിലെത്തുകയുള്ളൂ. പൗലോസിനറിയാം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതോ തെളിയിക്കാൻ വേണ്ടിയാണ് ദൂതൻ വന്ന് പിന്നെ പറഞ്ഞു, പേടിക്കേണ്ട പൗലോസേ, അല്ലേ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, അല്ലേ, അന്ന് രാത്രിയും വന്നില്ലേ ദൂതൻ? ധൈര്യമായിരിക്കുക പറഞ്ഞോ. അപ്പം പൗലോസിന് മനസ്സിലായി ഞാൻ ഇതിലൂടെ പോയേ പറ്റുകയുള്ളൂ. അപ്പം നമ്മളാണെങ്കിൽ അയ്യോ എനിക്ക് റോമിൽ പോയില്ലെങ്കിലും വേണ്ടുകയല്ല, ഈ കഷ്ടമൊന്ന് ഒഴിവാക്കി തരണം. ചിലതൊക്കെ നമ്മൾ അനുഭവിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ചിലത് പഠിക്കാൻ വേണ്ടിയാ, ദൈവത്തിന് ചിലത് ചെയ്യാൻ വേണ്ടിയാ. അതും കൂടെ ഒഴിവാക്കാനല്ല ഇന്നത്തെ പ്രാർത്ഥന. യോസഫിന് ദൈവം എന്താണ് മിസ്രൈമിലെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഉന്നതമായ പദവിയൊക്കെ കിട്ടും. ഓക്കെ, നല്ല കാര്യം. ദർശനവും കണ്ടു. എന്താണ്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്ന കാര്യവും ഒക്കെ കണ്ടു. ഈ ദൂതൊക്കെ കണ്ട യോസഫ് ഇന്നത്തെ ഒരു വിശ്വാസിയെ വെച്ചിട്ട് പറയുക, ഇതിനിടയ്ക്ക് പൊട്ടക്കിണറിൻ്റെ അനുഭവം എന്നൊരു പ്രവാചകൻ ദൂത് പറഞ്ഞെന്ന് വെച്ചോ. സഹോദര, അടുത്ത ദിവസങ്ങളിൽ ഒരു പൊട്ടക്കിണർ വരും. അതിനുശേഷം ഞാൻ ആത്മാവിൽ കാണുന്നത് ഒരു കാരാഗ്രഹമാണ്. ഈ ദൂത് പറഞ്ഞെന്ന് വെച്ചു. അന്നേരം എന്തു ചെയ്യും? അന്നേരം ഒരു ഉപവാസം വെക്കും. എന്താ? കർത്താവേ, ആ പൊട്ടക്കിണർ ഞാൻ വീഴല്ലേ, ആ കാരാഗ്രഹം മാറണേ, യേശുവിൻ്റെ നാമത്തിൽ കാരാഗ്രഹം കൊണ്ടുവരുന്ന ദുഷ്ടപ്പോരിനെ ശാസിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ശാസിക്കും. എൻ്റെ പൊന്ന് സഹോദര, ഈ കാരാഗ്രഹത്തിൽ, ഈ പൊട്ടക്കിണറ്റിൽ വീണെങ്കിൽ ഇശ്മായേലിൽ നിന്നെ പൊത്തിഫറിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുള്ളൂ. പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം ആ സഹോദരിക്ക് അല്ലേ ചില പ്രതിസന്ധികൾ തോന്നിയെങ്കിൽ മാത്രമേ നീ എവിടെ പോവുള്ളൂ? കാരാഗ്രഹത്തിൽ. നീ ആ കാരാഗ്രഹത്തിൽ പോയി കിടന്നെങ്കിലേ കാരാഗ്രഹ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും നിൻ്റെ അടുത്ത് വരുവുള്ളൂ. അവന്മാർ സ്വപ്നം കാണും. സ്വപ്നം കാണുമ്പോൾ നീ അത് വ്യാഖ്യാനിക്കുകയുള്ളൂ, അല്ലേ? നീ അത് വ്യാഖ്യാനിച്ചാൽ മാത്രം പോരാ. അവന്മാരവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? പെട്ടെന്നും പറയരുത്. പെട്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? അന്ന് തന്നെ പറഞ്ഞാൽ തീർന്നു. പകരം 2 കൊല്ലത്തിന് ശേഷം ഫറവോൻ സ്വപ്നം കാണുമ്പോൾ അന്നേരം ഇവന് ഓർമ്മ വന്നിട്ട് പാനപാത്രവാഹകൻ പറയണം. അപ്പോഴേ നിനക്ക് അങ്ങോട്ട് ചെന്ന് ഫറവോനോട് പറയാൻ പറ്റൂ, സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേ നിൻ്റെ അവസ്ഥയ്ക്ക് വല്ലതും പിടി കിട്ടിയോ? നമ്മളാണെങ്കിൽ പ്രാർത്ഥിച്ച് പൊട്ടക്കിണറ്റ് മാറ്റും, കാരാഗ്രഹവും മാറ്റും. അതുകൊണ്ട് ഇപ്പോഴും എവിടെ കിടക്കുക? ദർശനമുണ്ട്, പക്ഷേ വിടുതലിൽ എത്തുന്നില്ല. ശ്രോത്ര അവഭാഷ കഷ്ടമൊക്കെ അങ്ങ് സഹിക്കണമെന്നാണ്. ചിലത് സഹിക്കേണ്ടി വരും, ചിലത് മാറത്തില്ല. പക്ഷേ ഈ കഷ്ടതയിൽ നിന്ന് പഠിക്കേണ്ടത് എന്തോ ചെയ്യണം? പഠിക്കണം, അല്ലേ? വരേണ്ട മാറ്റം വരണം. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ അത് പ്രാപിച്ചോണം. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ നിത്യസ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഗതസമന തീഷ്ണമായ പ്രാർത്ഥനയുടെ സ്ഥലം. അവിടെ വെച്ച് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കഷ്ടതയും ഈ തീഷ്ണതയും അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചത്, അല്ലേ? പിന്നെ നമ്മൾ വായിക്കുന്നത് അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു, പക്ഷേ മരണത്തെ ജയിച്ച് 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്ത് പറയുന്നു, സകല നാമത്തിനും മേലായ നാമം പ്രാപിച്ചു. ഇന്ന് പകൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. ഇപ്പോഴും അവിടുത്തെ പ്രാർത്ഥന തുടരുക. ഇപ്പോഴും അവിടുത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് അവസാനിപ്പിച്ചേക്കാം. ഇനി എനിക്കത് പറഞ്ഞ് തീർക്കണമെന്നുള്ള ഒരു കാര്യം, ക്രൂശിൽ കടന്നതും കൂടെ പറയണം കേട്ടോ. ക്രൂശിലോട്ട് കൊണ്ടുപോയി
ഗെത്സമനെ കഴിഞ്ഞിട്ട് കഷ്ടതയുടെ പ്രാർത്ഥന ക്രൂശിൽ കൊണ്ടുപോയി. അവിടെ കിടന്നു എന്താ ചെയ്തേ? യേശു ക്രൂശിൽ എന്താ ചെയ്തേ? പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലേ? തന്നെ ഉപദ്രവിച്ചവർ, തന്നെ ക്രൂശിച്ചവർ, തനിക്ക് പരിക്കേൽപ്പിച്ചവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. മരണത്തിൻ്റെ അവസാനവും പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ എൻ്റെ പ്രാണനെ, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കയ്യിൽ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ ഭൂമിയിലെ അവിടുത്തെ ജീവിതം അവസാനിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, പ്രാർത്ഥനയുടെ തലം. പല ആളുകളും അവരുടെ മരണസമയമൊക്കെ ആകുമ്പം അയ്യോ, പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയൊക്കെ ആ തലം വിട്ട് ഒരുതരം ഭീതിയോടാണ് ഇവിടുന്ന് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റായി ചിന്തിക്കണം. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥനയോടെ മേളിൽ പോകാം. സ്തോത്രം. വളരെ പ്രതീക്ഷയാണ്, വളരെ സന്തോഷകരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടുന്ന് സ്തോത്രം ചെയ്തല്ലേ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവസാനം ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. റോമർ 8:34, എബ്രായർ 7:25 കൂടെ വായിച്ച് അവസാനിപ്പിക്കുക. റോമർ 8:34. ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇന്ന് നമ്മുടെ കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവനായി അവിടുത്തെ പക്ഷവാദം, അവിടുത്തെ പ്രാർത്ഥന, അതാ നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ പ്രാർത്ഥനയാ. പിതാവ്, ഇന്ന് പകൽ നന്ദിയോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും ദൈവത്തിന് മുമ്പിലും നടച്ചേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതം എത്ര ധന്യമായ, എത്ര അനുഗ്രഹമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അല്ലേ? അവിടുത്തെ ജീവിതം ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അല്ലേ? അവൻ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. അവൻ ആത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ഇന്ന് പകൽ അവൻ യേശു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ അനുഭവങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ആരംഭിക്കുക. ജീവിതത്തിന്റെ തുടക്കം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തിലെ തുടക്കമെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാകട്ടെ. സ്വർഗം തുറക്കണമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. സ്വർഗം തുറക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം. നിന്റെ പ്രാർത്ഥന കണ്ണുനീരോടെ ആയിരിക്കണം. പാപമില്ലാത്ത പ്രാർത്ഥനയായിരിക്കണം. നിന്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കട്ടെ. ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ. യേശു ഏകാന്തതയിൽ പ്രാർത്ഥിച്ച ദൈവമാ. ജനക്കൂട്ടമുള്ളപ്പോഴും മാറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ച കർത്താവ്, അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച കർത്താവ്, ഇരുട്ടുള്ളപ്പോൾ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ച കർത്താവിനെ പോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥനയോടെ മാത്രമേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ. പ്രാർത്ഥനയോടെ മാത്രമേ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നീ തീരുമാനമെടുക്കാവൂ. കാരണം നിന്റെ തീരുമാനം തെറ്റിയാൽ, നിന്റെ തീരുമാനം തെറ്റിപ്പോയാൽ അത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന് നീ ഇന്ന് പകൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയായിരുന്നു. ഇന്ന് പകൽ സ്വാർത്ഥമായ പ്രാർത്ഥന വിട്ടിട്ട് മറ്റുള്ളവരെ കൂടെ കരുതുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ്
ഇന്ന് പകൽ ആമേൻ നിങ്ങളോട് അവൻ ആവശ്യപ്പെടുകയാ, ആലോചന പറയുകയാ. യേശു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാനിടയായി. താൻ ഗെത്സമനയിൽ വെച്ച് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുന്ന് ശക്തമായി പ്രാർത്ഥിക്കാനിടയായി. നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ആമേൻ അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് ആമേൻ അല്ലേ, യേശു ക്രൂശിക്കപ്പെടാൻ നേരത്തെ ആ ക്രൂശിൽ കിടക്കുമ്പോഴും യേശു പ്രാർത്ഥിച്ചു. കഷ്ടതയുടെ അവൻ മൂർധന്യത്തിലും യേശു പ്രാർത്ഥിക്കാനിടയായി. ഇന്ന് പകൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥന ഇതുവരെ തീർന്നിട്ടില്ല, അത് അവസാനിച്ചിട്ടില്ല. ഇന്ന് പകൽ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ മറന്നുപോയവരുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ ചങ്ങലയ്ക്ക് അല്ലെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാവ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ യേശുവിൻ്റെ ജീവിതം ഒരു വിജയത്തിൻ്റെ ജീവിതമാണ്. അവിടുത്തെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും പറ്റിയില്ല. ആമേൻ. അവിടുത്തെ കഷ്ടതയ്ക്ക് അവിടുത്തെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ആമേൻ അല്ലേ. ആരൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടും ആരൊക്കെ എതിര് നിന്നിട്ടും കർത്താവ് പരാജയപ്പെട്ടില്ല. കാരണം പ്രാർത്ഥനയിൽ ആമേൻ അവിടുന്ന് പോരാടിയിരുന്നു, പ്രാർത്ഥനയിൽ അവിടുന്ന് ജയിച്ചിരുന്നു. ഇന്ന് പകൽ കർത്താവ് നമുക്ക് മാതൃകയാണ്. അവിടുത്തെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് മാതൃകയാണ്. നമ്മുടെ കണ്ണുകളെ അടച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.